യേശുവിനെ ഞാൻ ഓർക്കുന്നത് എൻ്റെ സ്വന്തം സ്ഥലം കരുതാപ്പള്ളിയാണ് ജന്മസ്ഥലം. അപ്പോൾ ആലപ്പുഴ ആ കുട്ടനാടുമായിട്ട് എനിക്ക് 10 വയസ്സ് മുതൽ നല്ല പരിചയമുണ്ട്. അന്ന് VS എനിക്ക് 10 വയസ്സുള്ളപ്പോൾ 22 വയസ്സുള്ള VS അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴന്ന് ജന്മിത്തം കുടികൊള്ളുന്ന കാലഘട്ടമായിരുന്നു. ജന്മിത്തം അന്ന് ജന്മിമാരെന്ന് പറയുന്നത് തമ്പുരാക്കന്മാരും അവരുടെ ഭാര്യമാർ തമ്പുരാട്ടികളുമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ VS അവിടെ പ്രവർത്തിക്കുന്ന കാലഘട്ടം. അപ്പം കർഷക തൊഴിലാളികൾക്ക് അന്ന് കഞ്ഞി കൊടുക്കുന്നത് കമുകിൻ്റെ ഒരു പാളയുണ്ട്. ആ പാള പൊട്ടിയിട്ടാണ് കഞ്ഞി കൊടുക്കുന്നത്. അപ്പോൾ VS അവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ പാളയിൽ കഞ്ഞി കുടിക്കരുതെന്ന് പറഞ്ഞു, തമ്പുരാനെന്ന് വിളിക്കരുതെന്നും പറഞ്ഞു. അങ്ങനെ VS പഠിപ്പിച്ചതാണ് പാളയിൽ കഞ്ഞി കുടിക്കില്ല, തമ്പുരാനെന്ന് വിളിക്കില്ല. 22 വയസ്സുള്ളപ്പോൾ VS-നെ കണ്ടിട്ടുണ്ട്, നേരിട്ട് പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടില്ല. പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നെന്ന് എനിക്ക് 10 വയസ്സ് മുതൽ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. VS-ൻ്റെ ഈ പ്രവർത്തനം അവിടെയുള്ള എൻ്റെ ബന്ധുക്കൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ചരിത്ര സംഭവങ്ങളാണ്. പാളയക്കഞ്ഞി കുടിക്കില്ല, തമ്പുരാനെന്ന് വിളിക്കില്ല, അതാണ് VS. ആ VS-നെയാണ് ഇന്ന് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത്. വൻ നഷ്ടമാണ്. പിന്നീടുള്ള ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പിന്നീടുള്ള കാലഘട്ടത്തിന് എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളല്ലേ. ധീരമായി ജന്മിമാരെയും മുതലാളിമാരെയും ധീരമായി നേരിട്ടൊരു നേതാവാണ് VS. അപ്പോൾ അതുകൊണ്ട് അടുത്ത കാലഘട്ട തലമുറയും VS-നെ ഓർമ്മിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളിൽ ഇഷ്ടപ്പെട്ടത് നീട്ടിയും കുറിക്കുള്ള സംസാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രസംഗം എത്ര തവണ കേട്ടിട്ടുണ്ട് VS-ൻ്റെ? ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പം താമസിക്കുന്ന എയർപോർട്ടിൻ്റെ അടുത്താണ്. ഇവിടെ മകൾ താമസിക്കുന്നതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഒത്തിരിഘട്ടം മൈതാനത്ത് ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്. പഴയ കാലത്ത് ഇപ്പോഴത്തെ പോലെ സംവിധാനങ്ങളില്ലായിരുന്ന കാലത്ത് മൈക്രോഫോൺ ഒന്നും ഇല്ലാതിരുന്ന കാലത്തുള്ള പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ലല്ല, അത് കേട്ടിട്ടില്ല. മൈക്കുള്ള സമയമുള്ളത് കേട്ടിട്ടുണ്ട്. കൂടുതൽ പ്രസംഗം കേട്ടിട്ടുള്ളത് തിരുവനന്തപുരം ഒത്തിരിഘട്ടം മൈതാനത്തും പാളയത്തും ഒക്കെയാണ് കൂടുതൽ പ്രസംഗം കേട്ടിട്ടുള്ളത്. ഇത് ഞാൻ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്നിട്ട് 58 വർഷമായി. അപ്പോൾ അതിനുശേഷമുള്ള പ്രസംഗങ്ങളെല്ലാം ഇവിടെ വെച്ച് കേട്ടിട്ടുണ്ട്. ഇനിയും ഇതുപോലൊരു നേതാവ് ഉണ്ടാകുമോ കേരളത്തിൽ? നേതാവ് ഉണ്ടാകില്ല എന്ന് ചോദിച്ചാൽ നേതാവ് ഉണ്ടാകണമല്ലോ, എങ്കിലല്ലേ അടുത്ത തലമുറയെ നമുക്ക് സജീവമാക്കാനൊക്കെ ഉള്ളു. നേതാക്കൾ ഉയർന്നു വരണം. VS-നെ പോലുള്ള നേതാക്കൾ ഉയർന്നു വരണം. അടുത്ത തലമുറ നല്ല ശക്തിയായി VS-ൻ്റെ പാതകൾ പിന്തുടർന്ന് മുന്നോട്ട് പോകും. സംശയമൊന്നും വേണ്ട.